കുട്ടികളൊക്കെ ഇവിടെ കളിച്ചോണ്ട്. ഹായ് നോ ഹായ് ഹായ് ഇല്ലാലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തിർണ എന്ന് പറയുന്ന വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ്. ചിറാപുഞ്ചിന്നും താഴേക്ക് വരണം. ചിറാപുഞ്ചിന്ന് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിർണ എന്നുള്ള വില്ലേജിലേക്ക് എത്താൻ ഇവർ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞാനുള്ള ആ സ്ഥലത്തിന്റെ വ്യൂസ് ഒക്കെ നോക്കി നിങ്ങള്. നല്ല മഞ്ഞ് പോകുന്ന ആ ഒരു സമയം കാണാൻ നല്ല രസമുണ്ട്. വേറൊന്നുമല്ല, ഡബിൾ ഡെക്കർ ബ്രിഡ്ജുണ്ട് ഇവിടെ. പിന്നെ അതൊക്കെ എന്തായാലും ഇന്ന് കാണാൻ പറ്റൂല, എല്ലാം നാളെയാണ്. ഇന്നലത്തെ പരിപാടിയൊക്കെ മൂഞ്ചി. ഇന്നലെ ഒരു വ്ളോഗൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇന്നലെ രാത്രി ഞാൻ സ്റ്റേ ചെയ്തത് ഒരു റിസോർട്ടിലാണ്. റിസോർട്ടിന്റെ പുറത്ത് ഒരു ടെന്റ് അടിച്ചാണ്. അയാൾ ഞങ്ങൾക്ക് സ്ഥലം തന്ന്. നല്ല ആളായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. എന്നാലും ഇന്നലത്തെ ഡേ നല്ല വിചാരിച്ച പോലെ ഒന്നുമല്ല. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിരുന്നു. കുറേ ഫോറസ്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു റിസോർട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അയാൾ തന്നെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് തിർണ പോകുന്ന വില്ലേജിൻ്റെ അവിടെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ നടക്കാൻ. അപ്പോൾ ഞാനത് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ വില്ലേജിലേക്ക് എത്തി. പിന്നെ നല്ല മഴ വന്നുകൊണ്ട് ഞാനൊരു റൂം എടുത്ത് ഒരു ദിവസത്തേക്ക് 1500 പറഞ്ഞു. പിന്നെ സംസാരിച്ചിങ്ങനെയൊക്കെ ആയ പിന്നെ അയാൾ ലാസ്റ്റ് അവസാനം 700 എനിക്ക് തന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ആ റൂമിലുണ്ട്. റൂമിൽ നിന്ന് എൻ്റെ സാധനങ്ങൾ കാര്യങ്ങളിൽ വെച്ചൊന്ന് ഫ്രഷായി ഒരു ജാക്കറ്റും പിന്നെ അതിൻ്റെ മീത്തൊക്കെ ഒരു റെയിൻ കോട്ടും ഇട്ട് ഞാൻ ഇറങ്ങി. ഞങ്ങൾക്ക് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് പോകണം. ഡബിൾ ഡെക്കർ എന്തായാലും വന്ന് അതിപ്പോൾ ഇനി തിർണ എന്നുള്ള ഈ വില്ലേജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ എങ്ങനെയാ പോവാല്ലേ? മോനെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, സെറ്റോ. അപ്പോൾ കാട് നോക്കതാ, ആ മലേൻ്റെ ആ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് മഞ്ഞിങ്ങനെ പൊന്തിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടായത് അതേ തന്നെ, ആ മഞ്ഞ് കാണുന്നുണ്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ചത്. അതൊരു കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇന്നായാലും അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് വരുന്ന വഴി സെറ്റല്ല. നോക്കിയേ, കാണുമ്പോൾ എന്ത് രസമായിരുന്നു. ഇങ്ങനെ അറിയാണ്ട് നോക്കി നിന്ന് പോവും. പിന്നെ ഇന്നിവിടെ പള്ളിയിൽ ഞായറാഴ്ച അല്ലേ, ഇവിടുത്തെ പള്ളിയിൽ എന്തോ പരിപാടി ഉണ്ട്. ഇന്ന് എല്ലാ ഷോപ്പും കാര്യങ്ങളും എല്ലാം വന്നാണിന്ന്. ഇതാണ് തിർണ വില്ലേജ്. സമയം ഇപ്പോൾ 6 ആയിക്കൊണ്ട് വന്ന് മഞ്ഞ് ഇതുവരെ ഉണ്ടായ കൂടെ മഞ്ഞൊക്കെ പോകാൻ തുടങ്ങി. ഇവിടാണെങ്കിൽ ആ കാണുന്നത് ഗവൺമെൻറ് സ്കൂളാണ്. ആ മറ്റേ പച്ച നിറത്തിലുള്ളത്. അവരുടെ ഗ്രൗണ്ടിലാണ് ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പുറത്താണെങ്കിൽ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. വില്ലേജിലെ കുട്ടികൾ കാര്യങ്ങൾ വൈകുന്നേരം കളിക്കുന്ന സമയമാണല്ലോ. ബട്ട് എന്നെ ഇവിടെ അധിക്ഷേപിച്ച ഈ ഫുട്ബോൾ തന്നെ കേട്ടോ. ഈ ഒരു വില്ലേജിൽ ഉള്ളിൻ്റെ ഇത്ര നല്ല ഗ്രൗണ്ടും കാര്യങ്ങളും അതൊരു സംഭവം തന്നെയാണ്. ഇതെന്ത് ഗെയിമാണെന്ന് അറിയുന്നവരെ ഒന്ന് കമന്റ് അറിയണേ. ബോൾ എറിയുന്നുണ്ട്, മറ്റേ മിഡിലുള്ളവന് കൊണ്ടാലും അവൻ ഔട്ടാ. ആ ഒരു രീതിക്കാണ് കളി. ഓക്കെ, നല്ല രസമാണ് കേട്ടോ ഇവിടെ വൈകുന്നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇവര് വില്ലേജിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ. ഇപ്പം കുറച്ചുകൂടി മുകളിലേക്ക് വരണമെന്നുണ്ട്. ഞാൻ നോക്കട്ടെ പറ്റുമോന്ന്. കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. മുകളിൽ ആരുണ്ടെന്ന് അറിയില്ലോ. ഇതാണ് കേട്ടോ വില്ലേജിലേക്ക് കയറുന്ന വഴി. ആദ്യത്തെ വീട്. ഇതിലെ വേറൊരു അതെ, വില്ലേജിൽ ഓരോ വീട്ടിലേക്കുള്ള ഓരോ പോകുന്ന വഴികളാണ് ഇവിടെ ഉള്ളത്. ഇതുവരെ ചർച്ച് നല്ല ശബ്ദം കേട്ടോണ്ടായി. ഇപ്പോൾ ചർച്ചിലുള്ള പരിപാടി കഴിഞ്ഞതാണ് എൻ്റെ നിഗമനം. എൻ്റെ നായ്ക്കുട്ടികൾ എന്ത് രസമല്ല ഇങ്ങനെ കാണാൻ. പിന്നെ ഉണ്ടല്ലോ, കാശിയെ കുറിച്ച് ഞാനൊരു സംഭവം പഠിച്ചു. ഇവരെങ്ങനെ വെച്ചാല് അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇവർ കഴിക്കുകയില്ല. ഇവരെ അമ്മമാര് ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ പാരൻസ് ഇവർക്ക് ഇങ്ങനെ മാരേജിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. ഇവർക്ക് വേണ്ടിയവരെ പ്രണയിച്ച് കല്യാണം കഴിക്കുക, അതാണ് ഇവരുടെ രീതി. അതിപ്പോൾ ആണിന്റെ കാര്യത്തിലെ അങ്ങനെ തന്നെ, പെണ്ണിന്റെ കാര്യത്തിലെ അങ്ങനെ തന്നെ. ഇവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഇവർക്ക് കെട്ടുക എന്നുള്ള രീതിക്കാണ് ഇവരുടെ സമ്പ്രദായം പോകുന്നുള്ളത്. അതാണ് കാശിയെ കുറിച്ച് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മോനെ എത്ര കയറാണ്ട് ഇതിമീത്തേക്ക്. അവിടെ നോക്കിയേ,
മഞ്ഞുകളൊക്കെ കൂടി മലയെ മൂടുന്ന ആ ഒരു സംഭവം. ഇത് നോക്കി സംഭവം എൻ്റെ മോനെ സീനോ. ഇവിടുത്തെ വാജികളൊക്കെ നോക്കി നിങ്ങൾ. എല്ലാം ഒരു മുറ്റം പറയുന്ന അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. എല്ലാം കണക്റ്റഡ് ആണ്. നമ്മളവിടെയൊക്കെ എങ്ങനെയാ ജാഗ ചെറുതാണെങ്കിലും പൊന്തും 10-15 അടിക്ക് കോമ്പൗണ്ട് പൊന്തും. ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരിത് മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണ്. അത് കാസിയിലാവട്ടെ, പിന്നെ ജൈന്തിയ ട്രൈബ് ഉണ്ട് അതാവട്ടെ, പിന്നെ വിസ്ലിംഗ് വില്ലേജ് ഉണ്ട്. അവിടുത്തെ കുറിച്ച് എനിക്കറിയില്ല. അത് നാളെ പോയിട്ട് വേണം, നാളെ അല്ല മറ്റന്നാൾ അവിടേക്ക് എത്തിയിട്ട് വേണം അവിടുത്തെ രീതികളെ കുറിച്ചൊക്കെ പഠിക്കാൻ. ആ താഴെ മറ്റേ പച്ച കളർ കാണുന്നുണ്ടല്ലോ, അവിടെയാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഞാൻ മുകളിലോട്ട് വന്നിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ വില്ലേജിൽ നിന്ന് കുറച്ച് മാറി വരുമ്പോൾ ഇവിടെ എന്തോ പൊളിഞ്ഞ സംഭവം കാണുന്നുണ്ട്. അങ്ങനെ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നിട്ടാകുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത കൊണ്ട് അവിടെ ചർച്ചിന് എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ചർച്ചിൽ എന്തോ പ്രോപ്പർട്ടി കാര്യങ്ങൾ അങ്ങനെ ആവാനാണ് സാധ്യത. ചർച്ച് വേറെ തന്നെ താഴെ ഉണ്ട്, അപ്പോൾ ഇത് ചർച്ച ആവാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെന്നറിയാതെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്. അങ്ങനെ എല്ലാവർക്കും അറിയണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സോ വീണ്ടും വില്ലേജിൻ്റെ റോഡിലൂടെ പോവാണ്. ക്രിസ്റ്റൽ ഹോം സ്റ്റേ. ഇവിടെ ഈ ഹോം സ്റ്റേൻ്റെ പരിപാടി കൂടുതലാണ് എല്ലാ വില്ലേജിലും ഹോം സ്റ്റേ എന്നുള്ള പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ വീട്ടുകാരും അവരെ ഒരു സൈഡിലുള്ള ഒരു റൂം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഹോം സ്റ്റേക്ക് വേണ്ടി വെക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ വില്ലേജ് ഏരിയ ഐ തിങ്ക് ഞാൻ വില്ലേജ് ഏരിയയിൽ നിന്ന് പുറത്ത് കിടക്കാനായും തോന്നുന്നുണ്ട്, മെയിൻ റോഡിലേക്ക് കയറാനായും തോന്നുന്നുണ്ട്. കയറാനായി. പിന്നെ ഞാൻ ഇപ്പോൾ വരുന്ന വഴിയിൽ ഒരു ലോക്കൽ, അതായത് ഇവിടുത്തെ വില്ലേജ് ഏരിയ, അവർ ഡബിൾ ഡെക്കർ അങ്ങോട്ടൊക്കെ പോകാൻ ഗൈഡൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈഡിന് ആവശ്യമുണ്ടാ അങ്ങനെ ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ട് വരുന്ന ഞങ്ങൾക്ക് എന്താക്കാൻ ഗൈഡ്, ഞാൻ എങ്ങനെയാണ് നടന്നുകൊണ്ട് പോകുന്നത്, എത്തുന്നിടത്തേക്ക് എത്തുവലിട്ട് ഞാനും അങ്ങനെ ചില്ലിയോലും ചിരിച്ച് നോക്കിയേ. ഫുള്ള് മഞ്ഞ് കൊണ്ട് മലകളൊക്കെ കാണാണ്ടായി. പക്ഷെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. യൂട്യൂബിൽ വ്ളോഗൊന്നും അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കഷ്ടമാണ്. 2 ദിവസമായിട്ട് ഞാൻ നെറ്റ്വർക്കിന് ഭയങ്കര പ്രോബ്ലം ആയിട്ടുള്ള എന്തായാലും ചിറാപ്പുഞ്ചിന്ന് മുകളിലേക്ക് കയറിയാൽ പിന്നെ നെറ്റ്വർക്ക് കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ട്. നോക്കാം. അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഫൈനലി ഞാൻ കയറിയ അടുത്തേക്ക് തന്നെ റിട്ടേൺ തിരിച്ചിട്ട് വന്ന് ഇപ്പം ആ കുട്ടികൾ കളിക്കുന്നിടത്തേക്ക് ഞാൻ റിട്ടേൺ എത്തി. ഇനി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ ഞാൻ എടുത്ത റൂമിൻ്റെ അവിടേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് തിരിക്കും. പിന്നെ ഇന്ന് വിചാരിച്ച പോലെ നമുക്ക് ലിവിങ് റോഡ് ബ്രിഡ്ജ് ആണെന്നും പോകാൻ പറ്റിയില്ല. ഒന്നാമത് സൺഡേ ഇവിടെ എല്ലാം ബന്ധാണ്. പിന്നെ അതുകൂടാണ്ട് ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇവിടെ കളിച്ചോണ്ട് ഹായ് ഇല്ലാലോ